ഓക്കെ, നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മോഷൻ ഓഫ് പ്രൊജക്ടൈൽ. അപ്പോൾ നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഇതുവരെയുള്ള എല്ലാം ഇച്ചിരി സ്പീഡായിരുന്നു ഞാൻ എടുത്തത്, കാരണം നിങ്ങൾക്കറിയാം നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഒരാഴ്ച കൊണ്ട് നമുക്ക് പോർഷൻ ഒരു മൊഡ്യൂളോളം തീർക്കണം. ഇച്ചിരി സ്പീഡിലായിരുന്നു. എന്നാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. വിളിച്ചു ചോദിക്കുകയോ മെസ്സേജ് അയച്ചു ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് സെക്ഷനിലേക്ക് കടക്കാം. അതാണ് മോഷൻ ഓഫ് പ്രൊജക്ടൈൽ. ഇത് നിങ്ങൾക്ക് ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നിങ്ങളുടെ +2 ഫിസിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന് പ്രൊജക്ടൈൽ മോഷൻ പഠിച്ചിട്ടില്ലേ? ഒരു കല്ലോ അല്ലെങ്കിൽ ബോളോ എന്തെങ്കിലും എറിയുന്ന ഒരു ഇതില്ലേ? ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുമ്പോൾ തന്നെയൊക്കെ ക്രിക്കറ്റ് ഒക്കെ അറിയാവുന്ന എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ എത്ര ആംഗിളിൽ എറിഞ്ഞാൽ എത്ര ദൂരം പോകും എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതാണ് പ്രൊജക്ടൈൽ മോഷൻ. നമ്മൾ നീരജ് ചോപ്ര ജാവലിൻ ത്രോ എറിഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, അയാളുടെ പ്രൊജക്ടൈൽ ത്രോ ചെയ്തത് കറക്റ്റ് പ്രൊജക്ടൈൽ ആയതുകൊണ്ടാണ് മാക്സിമം ഡിസ്റ്റൻസ് അയാൾക്ക് ത്രോ ചെയ്യാൻ പറ്റിയത്. അയാളുടെ പവറും പിന്നെ ആ പ്രൊജക്ടൈലിന്റെ ആംഗിളും പെർഫെക്റ്റ് ആകുമ്പോഴാണ് മാക്സിമം ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു വസ്തു, ഒരു കല്ല് തന്നെ എടുത്തെറിഞ്ഞാലും കറക്റ്റ് ആംഗിൾ ഓഫ് പ്രൊജക്ഷനിൽ എറിഞ്ഞാൽ അത് മാക്സിമം ഡിസ്റ്റൻസിൽ അത് പോകാൻ പറ്റും. നിങ്ങൾ തന്നെ ഒരു കല്ലെടുത്ത് എറിഞ്ഞ് നോക്കിയാൽ മതി. നേരെ മുകളിലോട്ട് എറിഞ്ഞാൽ അത് ഡിസ്റ്റൻസ് ഒന്നും കൂടുതൽ പോകുന്നില്ല, കറക്റ്റ് നമ്മൾ എറിയുന്നിടത്ത് തന്നെ താഴെ വീഴും. നേരെ ഹൊറിസോണ്ടൽ എറിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് പോകും. പക്ഷെ ഒരു കറക്റ്റ് പ്രൊജക്ടൈൽ ആംഗിൾ എറിയുമ്പോഴായിരിക്കും അത് മാക്സിമം ഡിസ്റ്റൻസ് പോകുന്നത്. ഓക്കെ, ആ മാക്സിമം ഡിസ്റ്റൻസ് പോകുന്നതിനാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. A particle which is projected into a space at an angle to the horizontal is called a projectile. ഓക്കെ, നമ്മൾ പറഞ്ഞു തന്നെയാണ്. ദ പാത്ത് ട്രേസ്ഡ് ബൈ ദ പ്രൊജക്ടൈൽ ഈസ് കോൾഡ് ട്രജക്ടറി. അതായത് നമ്മളിപ്പോൾ ഒരു വസ്തു എറിഞ്ഞെന്ന് പറഞ്ഞല്ലോ, ഒരു കല്ലിന്റെ കാര്യം തന്നെ. കല്ല് നമ്മൾ ദൂരേക്ക് എറിഞ്ഞു, ആ കല്ല് പോകുന്ന പാസിനെയാണ് നമ്മൾ ട്രജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ട്രജക്ടറി, കല്ല് ഏത് പാത്തിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത് അതിനെയാണ് ട്രജക്ടറി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഏത് വെലോസിറ്റിയിലാണ് ആ കല്ല് എറിഞ്ഞത്, ഒരു കല്ല് ദൂരത്തിലേക്ക് എറിയുന്നതിന്റെ വെലോസിറ്റി നമ്മൾ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നു. പിന്നെ ഈ നമ്മൾ എറിയുന്നത് പറഞ്ഞില്ലേ, അപ്പൊ ഈ ഹൊറിസോണ്ടലുമായിട്ട് ഏത് ആംഗിളിലാണോ എറിയുന്നത് ആ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നേരെ നമ്മൾ കറക്റ്റ് മുകളിലോട്ട് എറിയുകയാണെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും. ഒരു 45 ഡിഗ്രി ആംഗിൾ എറിയുവാണെങ്കിൽ അതാണ് 45 ഡിഗ്രി. പിന്നെ നേരെ പാരലായിട്ട് എറിയുക, ഹൊറിസോണ്ടലിന് പാരലായിട്ട് എറിയുമ്പോൾ ആംഗിൾ 0 ആയിരിക്കും. നമ്മൾ ഗ്രൗണ്ടിൽ പാരലായിട്ട് എറിയുമ്പോൾ ഇതൊക്കെയാണ് ഈ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. പിന്നെ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് എറിഞ്ഞാൽ അതിന്റെ ഈ പ്രൊജക്ടൈൽ താഴെ ചെന്ന് മുട്ടുന്നില്ല. നമ്മൾ എങ്ങോട്ട് എറിഞ്ഞോ ആ പ്രൊജക്ടൈൽ എറിയുന്ന സമയം കൊണ്ട് താഴെ എത്തുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മുകളിലോട്ട് എറിഞ്ഞിട്ട് അത് തിരിച്ച് താഴെ വീഴുന്ന സമയം ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതായത് പ്രൊജക്ടൈൽ മോഷനിൽ നിൽക്കുന്ന ടൈം, വസ്തു ട്രജക്ടറിയിൽ കൂടി പാസ് ചെയ്യുന്ന സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, പിന്നെ റേഞ്ച് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് കറക്റ്റ് പ്രൊജക്ടൈൽ ആംഗിളിൽ ത്രോ ചെയ്തു, അത് എന്ന് വീഴുന്ന മാക്സിമം ഡിസ്റ്റൻസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. Horizontal range is the horizontal distance between the point of projection and the point where the horizontal line through the point of projections meets the trajectory. Okay, ഇനി ഏത് പോയിന്റിൽ നിന്നാണോ നമ്മൾ പ്രൊജക്ടൈൽ എറിയുന്നത് അതിനെയാണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏത് പോയിന്റിൽ നിന്നാണോ നമ്മൾ എറിയുന്നത് തന്നെ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നു. ഇതാണ് ഈ ഫിഗറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഇതൊന്നിന്റെ പേരുണ്ട്. ഈ ഫിഗറിൽ O എന്ന് പറയുന്നതാണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. പിന്നെ U എന്ന് പറയുന്നത് ഏത് വെലോസിറ്റിയിലാണോ നമ്മൾ ബോഡി മുകളിലേക്ക് ത്രോ ചെയ്യുന്നത് അതാണ് U. പിന്നെ ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, അത് ഹൊറിസോണ്ടലിൽ നിന്നും ഏത് ആംഗിളിലാണ് ബോഡി ത്രോ ചെയ്യുന്നത് അതാണ് ആൽഫ. OA എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റേഞ്ച്. B ഇസ് ദ പോയിന്റ് പ്രൊജക്ടൈൽ ഗ്രൗണ്ടുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് B. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Oയും Bയും ആണ് ദ റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഇത്രയാണുള്ളത്. ഓക്കെ, ഇനി കുറെ ബേസിക് ഇക്വേഷൻസ് ഉണ്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ആ ഇക്വേഷൻസ് പഠിച്ചാലേ നമ്മൾ പ്രൊജക്ടൈലിന്റെ പ്രോബ്ലംസ് ഡെറൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിനും നിങ്ങൾ കഴിഞ്ഞതിനും നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിരുന്നു, അതും നിങ്ങൾ കാണാൻ പഠിക്കണം. ഈ ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം.
നമ്മുടെ എക്സാമിന് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഫോർത്ത് മൊഡ്യൂൾ തുടങ്ങിയപ്പോൾ തന്നെ ഇഷ്ടംപോലെ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എഴുതി വെച്ച് പഠിച്ചാലേ ഓർത്തിരിക്കത്തുള്ളൂ കേട്ടല്ലോ. അല്ലെ അവസാനം ഒന്നും ഓർമ്മ വരില്ല. ഓക്കെ, അടുത്ത ടോപ്പിക്ക് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ പ്രൊജക്റ്റഡ് വെർട്ടിക്കലി ഇൻ ടു സ്പേസ്. വെർട്ടിക്കലി അതായത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നേരെ മുകളിലോട്ട് എറിയുന്ന കണ്ടീഷനാണ് ഇത്. നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് കറക്റ്റ് 90 ഡിഗ്രി മുകളിലോട്ട് എറിയാണ്. അപ്പോൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആൽഫ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഹൊറിസോണ്ടലുമായിട്ട് കറക്റ്റ് 90 ഡിഗ്രി മുകളിലോട്ട് എറിയുന്നു. അപ്പോൾ ആ കണ്ടീഷൻ, അതായത് നേരെ മുകളിലോട്ട് പോകുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ബോഡി മുകളിലോട്ട് പോകുന്ന കണ്ടീഷനിലെ വി സ്ക്വയർ ഇക്വേഷൻസ് ആണ്, വെലോസിറ്റിയുടെ ഇക്വേഷൻസ് ആണ്. വി സ്ക്വയർ ഇസിക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh. നോക്കണം, ഇക്വേഷൻ തെറ്റിപ്പോകരുത്. വി സ്ക്വയർ ഇസിക്വൽ ടു യു സ്ക്വയർ മൈനസ് ആണ് ഇവിടെ 2gh. എച്ച് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ് ആണ്. ഇവിടെ നോക്ക്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് വിച്ച് ക്യാൻ ബി ഒബ്റ്റൈൻഡ്. ഓക്കെ, വെൻ എച്ച് മാക്സ് ആവുമ്പോൾ, അതായത് മാക്സിമം ഹൈറ്റിലാവുമ്പോൾ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് മാക്സിമം ഹൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ബോഡി മുകളിലോട്ട് പോകത്തില്ലല്ലോ. അവിടെ വെലോസിറ്റി 0 ആയിട്ട് പിന്നെ ബോഡി ഫ്രീ ഫോൾ ആയിട്ട് താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി വി എന്ന് പറയുന്നത് 0 ആയിരിക്കും. മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി വി 0 ആയിരിക്കും. therefore എച്ച് മാക്സിന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും, യു സ്ക്വയർ ബൈ 2g. ഈ രണ്ട് ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. വി സ്ക്വയർ ഇസിക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ യു സ്ക്വയർ ബൈ 2g ആണ്. ഇനി നമ്മൾ ടൈം ഒബ്റ്റെയിൻ ചെയ്യുക, എത്ര സമയം കൊണ്ട് എത്തുക എന്ന്. ടൈം ടു അറ്റെയിൻ മാക്സിമം ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് എത്താൻ എടുക്കുന്ന സമയമാണ് യു ബൈ ജി. അതായത് എറിയുന്ന വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ഗ്രാവിറ്റി ആണ്. 9.81 ആണ് മാക്സിമം ഹൈറ്റ് എത്താൻ വേണ്ടി എടുക്കുന്ന ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് ടി ഇസിക്കൽ ടു 2t1 അല്ലെങ്കിൽ 2u/g. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2t1 അല്ലെങ്കിൽ 2u/g. ഇവിടെ നോക്ക്, സിൻസ് ആൽഫ ഇസിക്കൽ ടു 90 ഡിഗ്രി ദ പാർട്ടിക്കിൾ വിൽ കം ബാക്ക് അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആഫ്റ്റർ t സെക്കൻഡ്സ്. അതുകൊണ്ട് അവിടെ മാക്സിമം റേഞ്ച് ഒന്നുമില്ല, റേഞ്ച് 0 തന്നെ ആയിരിക്കും. കാരണം ഡിസ്റ്റൻസ് ഹൊറിസോണ്ടലായിട്ട് മൂവ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എറിയുന്നിടത്ത് തന്നെയാണ് വീണിരിക്കുന്നത്. അപ്പൊ ഈ നേരെ മുകളിലോട്ട് എറിയുന്ന കണ്ടീഷനിൽ റേഞ്ച് 0 ആയിരിക്കും. ബാക്കിയെല്ലാം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ത്രോൺ ഹൊറിസോണ്ടലി ഇൻ ടു സ്പേസ്. നേരെ ഹൊറിസോണ്ടലായിട്ട് എറിയുന്ന കണ്ടീഷൻ. ഓക്കെ, ഈ കണ്ടീഷനിൽ ഉള്ള ഇക്വേഷൻസ് ആണ്. ഇവിടെ എച്ചിന്റെ ഇക്വേഷൻ, ഹൈറ്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ GT²/2. ഹൈറ്റിന്റെ ഇക്വേഷൻ ആണ് GT²/2. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ T = √2h/g. പിന്നെ റേഞ്ചിന്റെ ഇക്വേഷൻ U × √2h/g. ഈ 3 ഇക്വേഷൻ ഉണ്ട്. ഹൈറ്റിന്റെ ഇക്വേഷൻ ½ ടൈം ഓഫ് ഫ്ലൈറ്റ് √2h/g, റേഞ്ച് U × √2h/g. ഈ മൂന്നാമത്തെ കേസാണ് ഒരു ഇൻക്ലൈൻഡ് ആംഗിൾ പ്രൊജക്ട് ചെയ്യുക. ഇൻക്ലൈൻഡ് ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുന്നതിന്റെ ഇക്വേഷൻസ് ആണ്. ആ കേസിൽ നമുക്ക് ഏതെങ്കിലും എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ തരുന്നതാണ്. ആ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു എന്നുള്ളൊരു കണ്ടീഷനാണിത്. ഓക്കെ, അതിലൊരു ബേസിക് ഫിഗർ ആണ് തന്നിരിക്കുന്നത്. കണ്ടല്ലോ, അത് ഇതാണ് യു വെലോസിറ്റിയിൽ എറിയുന്നത്. അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് ആൽഫ. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെലോസിറ്റി എറിയുന്ന പ്രൊജക്റ്റിൽ ഹൊറിസോണ്ടലായിട്ട് മേക്കുന്ന ആംഗിൾ ആൽഫ. അപ്പോൾ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് ആൽഫയും വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ ആൽഫയും ആയിരിക്കും. ഇതാണ് ട്രജക്ടറി പാത്ത് ചെയ്യുന്നത്. അതിലേക്കൂടെ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് PXY എന്ന് പറഞ്ഞിരിക്കുന്നത്. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും 2 പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കണ്ടീഷനിൽ ഓരോന്നിന്റെയും ഇക്വേഷൻസ് ആണ്. എച്ചിലൊരു ഇക്വേഷൻ ഉണ്ട്, യു സൈൻ ആൽഫ × T - ½ ആണ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എക്സിനും ടിക്കും എല്ലാം ഇക്വേഷൻസ് ഉണ്ട്. വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. എക്സിന്റെ ഇക്വേഷൻ യു കോസ് ആൽഫ × T. പിന്നെ വൈയുടെ ഇക്വേഷൻ എക്സ് ടാൻ ആൽഫ -1/2 × GX² U² കോസ് ആൽഫ. ഇതാണ് ട്രജക്ടറിയുടെ ഇക്വേഷൻ. ഇത് ഇക്വേഷൻ ഓഫ് പരബോളയാണ്. അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ട്രജക്ടറി ഒരു പരാബോള ആയിരിക്കും. കണ്ടില്ലേ,
അതിന്റെ ഇക്വേഷൻ ആണ് ഇത്. y is equal to x tan alpha minus 1/2 gx square divided by u square cos square alpha. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഈ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ട്. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. പിന്നെ ഈ കണ്ടീഷനിലെ മാക്സിമം ഹൈറ്റിന്റെ ഒക്കെ ഇക്വേഷൻസ് ഉണ്ട്. h max is equal to u square sin n square alpha by 2g. ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ u sin alpha by g. പിന്നെ മാക്സിമം ടൈം ഓഫ് ഫ്ലൈറ്റ് 2u sin alpha by g. ഇത്രയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇനി മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ ഉണ്ട്. അതാണ് u square g by sin 2 alpha. ഇത്ര ഇക്വേഷൻസ് നിങ്ങൾ കാണാൻ പഠിക്കണം. നിങ്ങൾ നോട്ട്ബുക്കിൽ ഇക്വേഷൻ എല്ലാം എഴുതി വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി തന്നെ പഠിച്ചാലേ നിങ്ങൾക്ക് ഓർമ്മ കിട്ടത്തുള്ളൂ. ഓക്കെ, എച്ചിന് ഈ ഇക്വേഷൻ പഠിക്കണം, പിന്നെ വൈയുടെ ഈ ഇക്വേഷൻ പഠിക്കണം, എച്ച് മാക്സിന്റെ ഇക്വേഷൻ, ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ, പിന്നെ റേഞ്ചിന്റെ ഇക്വേഷൻ. ഇത്രയും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം കേട്ടല്ലോ. ഓക്കെ, ഇത്രയാണ് ഇക്വേഷൻസ് ഉള്ളത്. ഇനി നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഇക്വേഷൻ എല്ലാം പഠിച്ചു വെച്ചിരിക്കണം നിങ്ങൾ, എന്നാലേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോ ഇക്വേഷനും ബുക്കിൽ എഴുതി വെച്ചിട്ട് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും അത് മറിച്ച് നിങ്ങൾ നോക്കിയിരിക്കണം, എന്നാലേ അത് ഓർമ്മ വരുള്ളൂ കേട്ടോ. ഓക്കെ, ഓക്കെ, നമുക്ക് പ്രോബ്ലം നോക്കാം. An aeroplane is flying at a height of 200 meters with a horizontal velocity of 70 meters per second. A shot is fired from a gun from the ground when the aeroplane is exactly above the gun. What should be the minimum initial velocity of the shot and the angle of elevation in order to hit the aeroplane? ഇത് പറഞ്ഞാൽ എയറോപ്ലെയിൻ 200 മീറ്റർ ഹൈറ്റിൽ പറക്കുകയാണ് 70 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ. അന്നേരം നമ്മൾ ഒരു തോക്ക് വെച്ചിട്ട് വെടിവെക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളുടെ നേരെ മേളിലുള്ളപ്പോഴാണ്, തലയുടെ മേളിൽ വന്നപ്പോഴാണ് വെടിവെക്കുന്നത്. പക്ഷെ നേരെയല്ല വെടിവെക്കുന്നത്, പ്ലെയിൻ തലയുടെ മേളിൽ എത്തിയപ്പോഴാണ് വെടിവെച്ചത്. അത് ഏത് ആംഗിൾ ഓഫ് പ്രൊജക്ഷനിലും എത്ര വെലോസിറ്റിയിലും വെടിവെക്കുമ്പോഴാണ് കറക്റ്റ് ആ പ്ലെയിനിൽ മുട്ടുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ വരച്ചാൽ ഇങ്ങനെയാണ് ഫിഗർ വരച്ചാൽ, ഇപ്പം ഇവിടെയായിരുന്നു ഇനിഷ്യൽ പ്ലെയിൻ നിന്നത്. ആ പ്ലെയിൻ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എസ്. ഇവിടെ നമ്മൾ ഫയർ ചെയ്താൽ കറക്റ്റ് ഈ ട്രജക്ടറിൽ പാസ് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് അതിനെ പ്ലെയിനിൽ ഹിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലെയിനിന്റെ ഡിസ്റ്റൻസും എന്താണ് ഈ വെടിവെച്ചില്ലേ ആ ഗണ്ണിന്റെ ഡിസ്റ്റൻസും അല്ല ഷോട്ടിന്റെ ഡിസ്റ്റൻസും സെയിം തന്നെ ആയിരിക്കും. എന്നാലല്ലേ ഒരു സ്ഥലത്ത് വെച്ച് മുട്ടത്തുള്ളൂ. ഡിസ്റ്റൻസ് പാസ് ചെയ്യുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, solution. Let UA be the velocity of plane and US be the velocity of the projection. Projection horizontal making angle ആണ് alpha. When the shot hit പ്ലെയിനിൽ ആ ഷോട്ട് ഹിറ്റ് ചെയ്യണമെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് രണ്ടിന്റെയും സെയിം തന്നെ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് പ്ലെയിൻ അറിയാമല്ലോ, ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ വെലോസിറ്റി ടൈം ചെയ്താൽ മതി നമുക്ക്. അപ്പൊ യു എന്ന് പറഞ്ഞാലാണ് പ്ലെയിനിന്റെ വെലോസിറ്റി, അത് ഇൻറ്റു ടൈം. മറ്റേതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഷോട്ടിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടാണ് എടുക്കുന്നത്, കാരണം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഒക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ യു എസ് ആണെങ്കിൽ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്താണ്? യു എസ് കോസ് ആൽഫയും വെർട്ടിക്കൽ കമ്പോണന്റ് യു എസ് സൈൻ ആൽഫയും ആണ്. ഹൊറിസോണ്ടൽ എടുത്താൽ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ യു എസ് കോസ് ആൽഫ ഇൻറ്റു ടി. ഓക്കെ, ദെയർഫോർ യു എ ഈസ് ഈക്വൽ ടു ടി ക്യാൻസൽ ആയിപ്പോയി, യു എസ് കോസ് ആൽഫയുണ്ട്. പ്ലെയിന്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 70 മീറ്റർ പെർ സെക്കൻഡ്. ദെയർഫോർ 70 ഈസ് ഈക്വൽ ടു യു എസ് കോസ് ആൽഫ. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. ഇനി അടുത്തത്, വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് യു എസ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ഷുഡ് ഗോ അറ്റ് എ ഹൈറ്റ് ഓഫ് 200 മീറ്റർ. അതായത് 200 മീറ്റർ ഹൈറ്റില് ആ എന്താണ് ഷോട്ട് പോയാലല്ലേ പ്ലെയിനിൽ കൊള്ളത്തുള്ളൂ, കാരണം പ്ലെയിൻ 200 മീറ്റർ ഡിസ്റ്റൻസിലുണ്ട്. അപ്പൊ നമുക്ക് ഈ റിലേഷൻ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ മുമ്പ് തിയറിയിൽ പറഞ്ഞിരുന്നു. വി സ്ക്വയർ ഇസ്ക്വൽ യു സ്ക്വയർ മൈനസ് 2gh. ഇവിടെ നമുക്ക് ഫൈനൽ വെലോസിറ്റി എപ്പോഴും 0 ആയിരിക്കും, കാരണം മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ വെലോസിറ്റി ഇല്ല.
സീറോ കൊടുത്തു. പിന്നെ യുവിൻ്റെ ഇക്വേഷൻ ഉണ്ട്, ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് എടുത്തിരിക്കുന്നത്, ഇൻറ്റു -2gh. h ഡിസ്റ്റൻസ് അറിയാൻ 200 ആണ്. ഇവിടെ നമുക്ക് യു എസ് സൈൻ ആൽഫ ഇസിക്വൽ ടു 62.64 എന്നിട്ട് ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. ഇനി ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ബൈ 1 ചെയ്യുക, ഇതേ ബൈ ഇത് ചെയ്യുമ്പോൾ ടാൻ ആൽഫ ഇസിക്വൽ ടു 41.82 എന്ന് കിട്ടുക. 40 അതാണ് നമുക്ക് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആയിരുന്നു വേണ്ടത്, അത് കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഏതിനേലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ 1ലാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ യു എസിന്റെ വാല്യൂവും കിട്ടി. അതായത് നമ്മളുടെ എത്ര സ്പീഡിലാണ് ഷോട്ട് ഫയർ ചെയ്യേണ്ടത് അതിന്റെ സ്പീഡും കിട്ടി. ഇത്രയുള്ളൂ, വളരെ സിമ്പിൾ അല്ല. ഇക്വേഷൻസ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സിമ്പിളായിട്ട് കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അവന് ഒരു പ്രോബ്ലം ഉണ്ട്, ഞാനിപ്പോൾ അയച്ചു തരാം. ഓക്കെ, ഇപ്പം 4th മൊഡ്യൂൾ ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നവിടെ തീരുകയാണ്. അപ്പം എല്ലാം ഒന്നുകൂടെ നിങ്ങൾ നോക്കുക, ഇക്വേഷൻസ് എല്ലാം പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യണം. ഓക്കെ, അപ്പം ശരി. ഓക്കെ, നമുക്കിനി ഒരു പ്രോബ്ലം ഞാൻ അയച്ചു തരാം, അത് കഴിഞ്ഞിട്ട് 5th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പ്രൊജക്ടൈലിന്റെ ഒരു സെക്കൻഡ് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ ഗിവൺ വെലോസിറ്റി u at an angle of elevation alpha from the origin. It passes through 2 points 15, 8 and 49. ഇത് കോർഡിനേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്, x15 ഉം y8 ഉം. ഇവിടെ x40 y9 കോർഡിനേറ്റ് തരത്തില്ല, xy അതാണിത്. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ പാർട്ടിക്കിൾ ആൻഡ് ഇറ്റ്സ് റേഞ്ച്. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ട്, യു വെലോസിറ്റിയിൽ ആൽഫ ആംഗിളിലാണ് മുകളിലോട്ട് എറിഞ്ഞത്. അത് 15, 8 ഉം 49 എന്ന് പറയുന്ന 2 പോയിന്റുകളിൽ കൂടി ഈ ബോഡി പാസ് ചെയ്യുന്നുണ്ട്. അത് എത്ര ഹൈറ്റ് മാക്സിമം പോകുന്നു അതിന്റെ റേഞ്ചുമാണ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ, നമുക്ക് ട്രജക്ടറിയുടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ തിയറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ട്രജക്ടറിയുടെ ഇക്വേഷൻ ഇതാണ്, y = x tan alpha minus 1/2g x² / u² cos² alpha. ഇത് ട്രജക്ടറിയുടെ ഇക്വേഷൻ ആണ്, ഇത് പഠിച്ചു വെക്കണം. ട്രജക്ടറിയുടെ ഇക്വേഷൻ ആണ് ഇത്. y = x tan alpha minus 1/2g x² / u² cos² alpha എന്നുള്ളത്. ഇനി ഇതിലോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്കെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റ് പോയിന്റ് എടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് 15, 8 പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. 15, 8 നമ്മൾ എഴുതിയിട്ടുണ്ട്. 15, 8 കൂടി പാസ് ചെയ്യുന്ന ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. therefore അതായത് y-ക്ക് 8 ഉം x-ന് 15 ഉം കൊടുത്താൽ മതി. അവിടെ 8 = 15 tan alpha minus 1/2g, ജിക്ക് പകരം നമുക്ക് 9.81 കൊടുക്കാം, ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 15² ഡിവൈഡ് ബൈ u² ഇൻറ്റു cos² ആൽഫ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 15 tan alpha minus 8 = 1/2 9.81 into 15² divided by u² cos² alpha എന്ന് കിട്ടും. ഇതിനെ നമ്മൾ 1 എന്ന് ഡിനോട്ട് ചെയ്യുക. ഇനി അടുത്തത് രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, x2 = രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, x2 = 40 y2 = 9 ആണ്. x2 = 40 y2 = 9 എന്നുള്ള കണ്ടീഷൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore അപ്പോൾ നമുക്ക് കിട്ടും 9 = 40 tan alpha minus 1/2 9.81 into x എന്ന് പറഞ്ഞാൽ 40 ആണ്, 40² divided by u² cos² alpha. ഇത് ചെയ്യുമ്പോൾ 40 tan alpha minus 9 = 1/2 into 9.81 into 40² divided by u² cos² alpha. ഇതിനെ നമ്മൾ 2 എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനെ സോൾവ് ചെയ്യാനാണ്. ഇതിനെ ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1 ചെയ്യുക. ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1 എന്നിട്ട് എന്ത് വരും, 40 tan alpha minus 9 divided by 15
tan alpha minus 8 is equal to ഈ 1/2 ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് 40 സ്ക്വയർ ഡിവൈഡ് ബൈ 15 സ്ക്വയർ എന്ന് വരും. ബാക്കിയെല്ലാം ഇവിടെ കോമൺ ആണ്, അതെല്ലാം ക്യാൻസൽ ആയി പോകും. ഇങ്ങനെയാണ് വരുന്നത്, വിച്ച് ഇംപ്ലൈസ് 40 tan alpha minus 9 is equal to 7.11. ഇത് സോൾവ് ചെയ്യുന്നതാണ്. നിങ്ങൾ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് ആൽഫയുടെ വാല്യൂ ആണ് വേണ്ടത്. ആൽഫ ഇസ് ഈക്വൽ ടു 35.75 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യണം. ഇതിനെ സോൾവ് ചെയ്തിട്ട് ആൽഫ കണ്ടുപിടിക്കാണ് വേണ്ടത്. ആൽഫയുടെ വാല്യൂ 35.75 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, സോൾവ് ചെയ്യണേ. ആൽഫ കിട്ടി. ഇനി നമ്മൾ ഇക്വേഷൻ 1 ഇല്ലേ, ഈ ഇക്വേഷൻ 1ലേക്ക് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ആൽഫ ഇസ് ഈക്വൽ ടു 35.75 ഡിഗ്രി ഇൻ ഇക്വേഷൻ 1. അതായത് 15 tan 35.75 minus 8 is equal to 1/2 9.81 into 40 square divided by u square into cos square 35.75. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് u is equal to 24.47 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഈ ഇക്വേഷനെ നിങ്ങൾ സോൾവ് ചെയ്യണം. ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോഴാണ് u is equal to 24.47 എന്ന ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഇക്വേഷൻ, ഇനി എന്താണ്, റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഞ്ചും ഹൈറ്റും. ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് ആൻഡ് റേഞ്ച് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഗ്രേറ്റസ്റ്റ് ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ഗ്രേറ്റസ്റ്റ് ഹൈറ്റിന്റെ ഇക്വേഷൻ h max is equal to u square sin square alpha divided by 2g. ഓക്കെ, അപ്പോൾ ഇവിടെ യു സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ ഇപ്പോൾ ഇത്രയും ചെയ്തത്. കാരണം യു ഇല്ലാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൽഫയും യുവും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും പ്രൊസീജിയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി ഡയറക്റ്റ് എച്ച് മാക്സ് കണ്ടുപിടിക്കാമല്ലോ. എല്ലാം ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. യു സിക്കൽ 24.47 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ 35.75 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 9.81. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 10.42 മീറ്ററിന് കിട്ടും എച്ച് മാക്സ്. ഇതാണ് മാക്സിമം ഡിസ്റ്റൻസ്. ഈ ബോഡി ട്രാവൽ ചെയ്യുന്ന മാക്സിമം ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയും വേണ്ടത് അടുത്ത ഒരെണ്ണൂടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. റേഞ്ച് ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എത്ര ദൂരം പോകുമെന്നുള്ളത് റേഞ്ച് ആർ. റേഞ്ച് ആറിൻ്റെ ഇക്വേഷൻ എന്താണ്? യു സ്ക്വയർ സൈൻ 2 ആൽഫ ബൈ ജി. യു സ്ക്വയർ സൈൻ 2 ആൽഫ ബൈ ജി ആണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇതും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 24.47 സ്ക്വയർ ഇൻറ്റു സൈൻ 2 ഇൻറ്റു ആൽഫ 35.75 ഡിവൈഡ് ബൈ 9.81. ഇത് സോൾവ് ചെയ്യുമ്പോൾ 57.88 മീറ്ററിന് കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഒന്നുകൂടെ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. മാക്സിമം റേഞ്ചും പിന്നെ അതിൻ്റെ മാക്സിമം ഹൈറ്റ് ബോഡി പാസ് ചെയ്യുന്നതായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എച്ച് മാക്സ് ഇസിക്കൽ യു സ്ക്വയർ സൈൻ ആൽഫ ബൈ 2gയും റേഞ്ചിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇത് രണ്ടും സോൾവ് ചെയ്യാൻ നമുക്ക് യുവും വേണം ആൽഫയും വേണം. ഇത് കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുവേണ്ടി നമുക്ക് എന്താണ്, യുവും ജിയും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ട്രജക്ടറിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. y ഇസിക്കൽ ടു എക്സ് ടാൻ ആൽഫ മൈനസ് 1/2 ജി എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് ആൽഫ എന്നുള്ള ഇക്വേഷനിൽ ഈ രണ്ട് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ആ രണ്ട് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. രണ്ടാമത്തെ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. ഈ 2/1 ചെയ്തു. 2/1 ചെയ്തപ്പോൾ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടി. പിന്നെ അത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫസ്റ്റ് ഇക്വേഷൻ യു കിട്ടി. യു ആൽഫയും കിട്ടിക്കഴിഞ്ഞ് ഡയറക്റ്റ് ഇത് രണ്ടും കണ്ടുപിടിക്കാം. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ആണ്. ഇക്വേഷൻസ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇക്വേഷൻസ് മറന്നുപോയാൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇക്വേഷൻ ശരിക്കും പഠിക്കുക. ഓക്കെ.